മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 പഴം ദാ ഇതുപോലെ ഇട്ട് നോക്കിയിട്ടുണ്ടോ? അടിപൊളിയാ. തൊലിയൊക്കെ കളഞ്ഞ് ചെറു കഷ്ണങ്ങളാക്കി 2 റോബസ്റ്റ പഴം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിപ്പോൾ റോബസ്റ്റ തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴം ഏതാന്ന് വെച്ചാൽ അതങ്ങ് എടുക്കാം. പക്ഷെ നല്ല പഴുത്ത പഴമായിരിക്കണേ. ഇനി ഒരു ചെറിയ ബൗളിൽ നിറയെ ഗോതമ്പ് പൊടി, മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര, കുറച്ച് ഏലക്കാപ്പൊടി, കുറച്ച് സോഡാപ്പൊടി, ഒരു പിഞ്ച് ഉപ്പ്, ഒരു അര ഗ്ലാസ് പാലും ഒഴിച്ചു കൊടുത്ത് തരിയില്ലാതെ ദാ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഒരുപാടൊന്നും വെള്ളമായി പോവാതെ ദാ ഈ ഒരു കൺസിസ്റ്റൻസി വേണം നമ്മൾ മാവ് അരച്ചെടുക്കാനായിട്ട്. ഇനി ഒരു 6 സ്ലൈസ് ബ്രെഡ് എടുത്ത് ഇതുപോലെ ഒന്ന് നടുവെ 2ആയി മുറിച്ചെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ, പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ എണ്ണ ഒന്ന് ചൂടാവുമ്പോൾ മുറിച്ചെടുത്ത ബ്രെഡ് പീസസ് ഓരോന്നായി നമ്മുടെ മാവിൽ നന്നായി ഡിപ്പ് ചെയ്തെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു സൈഡ് ഒന്ന് മുരിഞ്ഞു വരുമ്പോൾ മറിച്ചിട്ട് കൊടുത്ത് 2 സൈഡും ദാ ഇതുപോലെ ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുമ്പോൾ കോരി മാറ്റാം. അങ്ങനെ ഞാനിവിടെ എല്ലാ പീസസും ദാ അതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വെറും 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എങ്ങനെയാ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലേ? അപ്പോൾ ഇതേപോലെയുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.